ഓരോ പൂവ് 3 പ്രാവശ്യം പീഠപൂജ സമർപ്പയാമി. ഒരു പൂവ് അല്പ എണ്ണ ചന്ദനവും ചേർത്തെടുത്ത് തീർത്ഥവും കൂട്ടി 2 കൈയും ചേർത്ത് പിടിച്ച് കുടുംബപിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പരശുരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഏറ്റു പറയണം. ഓം നമോ നാരായണായ നമ. ഓം ശ്രീ ബ്രഹ്മദേവായ നമ. ഓം മഹാദേവായ നമ. എൻ്റെ കുടുംബവശാൽ സ്വർഗാരോഹണം പ്രാപിച്ചു പോയ പിതൃവിനെയും അജ്ഞാത പിതൃക്കളെയും കർക്കടക മാസത്തിലെ അമാവാസി ശ്രാദ്ധത്തിനായി ശ്രീ പരശുരാമപാദത്തിൽ നിന്നും തൻ്റെ മൂർധാവിൽ നിന്നും ഈ പീഠത്തിലേക്ക് ആവാഹിച്ചിരുത്തുന്നു. മുഖത്തൊഴിയണം. ഓം ഏഹി ഏഹി ആഗച്ഛ ആഗച്ഛ സകല പിതൃക്കളെയും ഗർഭാസനെ ആവാഹയാമി. ഗർഭയുടെ നടുവിലായിട്ട് വയ്ക്കാം. ഗർഭയിൽ വയ്ക്കാം. അവിടെ തൊട്ട് തൊഴുതോളൂ. കുടുംബ പിതൃക്കളെ സ്മരിച്ച് തൊട്ട് തൊഴുതോളൂ. വലത് കൈയിൽ തീർത്ഥമെടുത്ത് ഗർഭയിലെ 3 പ്രാവശ്യം കൊടുക്കുക. ജലം സമർപ്പയാമി. ചന്ദനെടുത്ത് തീർത്ഥവും ചേർത്ത് 3 പ്രാവശ്യം കൊടുക്കുക. ഗന്ധം സമർപ്പയാമി. എള്ളെടുത്ത് തീർത്ഥവും ചേർത്ത് 3 പ്രാവശ്യം കൊടുക്കുക. തിലം സമർപ്പയാമി. ഓരോ പൂവ് 3 പ്രാവശ്യം പുഷ്പം സമർപ്പയാമി. വലത് കൈയിലെ പവിത്രം ഊരി കിണ്ടിയുടെ വാലിൽ കോർത്ത് ചോറും പഴവും ചേർത്ത് കുഴച്ച് കുറച്ച് ചോറ് അതേ ഇലയിൽ മാറ്റി വെച്ച് ബാക്കിയെല്ലാം കൂടി ഒരു ഉരുളയാക്കി അതേ ഇലയിൽ വയ്ക്കാം. ചോറും പഴവും ചേർത്ത് കുഴച്ച് കുറച്ച് ചോറ് അതേ ഇലയിൽ മാറ്റി വെച്ച് ബാക്കിയെല്ലാം കൂടി 2 കൈയും ചേർത്ത് ഒരു ഉരുളയാക്കി അതേ ഇലയിൽ വയ്ക്കാം. കൈ ചെറുതായി ഒന്ന് മാറ്റി കഴുകി പവിത്ര എടുത്ത് വലത് കൈയിലെ മോതിരവിരലടിയും.